സംസ്ഥാന കോൺഗ്രസിൽ പുതിയ നീക്കവുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ അപവാദം അടക്കം ഇപ്പോഴുയർന്നിട്ടുള്ള വിഷയങ്ങളെ ഉപയോഗിച്ച് തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് പ്രകാശ്. വെറും MP മാത്രമായിരുന്ന അദ്ദേഹം UDF കൺവീനർ ആയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രസക്തിയേറിയെന്ന കണക്കുകൂട്ടലാണ് ഒപ്പമുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ സാഹചര്യം പരമാവധി ഉപയോഗിക്കുവാനുള്ള എല്ലാ വഴികൾ തേടുകയാണവർ. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന SNDPയും വെള്ളാപ്പള്ളിയുമായി പ്രകാശിന് നല്ല ബന്ധമുണ്ട് എന്നതും ഉപയോഗിക്കാനാണ് നീക്കം. രാഹുൽ വിവാദം ഉയർന്നതോടെയാണ് അടൂർ പ്രകാശ് നീക്കം ശക്തിപ്പെടുത്തിയത്. VD സതീശൻ ശക്തമായി നിലപാട് സ്വീകരിച്ചതോടെ അദ്ദേഹം ഷാഫി മാങ്കൂട്ടം വിഭാഗത്തിന്റെ കടുത്ത ശത്രുവായി മാറി. ഈ അവസരം മുതലെടുത്താണ് ഷാഫിയും മാങ്കൂട്ടത്തിലും നേതൃത്വം നൽകുന്ന യുവ നേതാക്കളുടെ സംഘങ്ങളെ ഒപ്പം നിർത്തുവാനുള്ള നീക്കവും അദ്ദേഹം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കം തള്ളി പറയുമ്പോഴും രാഹുലിനെ പിന്തുണച്ച് പ്രകാശ് രംഗത്ത് വരുന്നതും. ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് വരുന്തോറും രാഹുലിന് കോൺഗ്രസ് അണികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും കൂടി വരുന്ന പിന്തുണ തിരിച്ചറിഞ്ഞാണ് ഈ നീക്കം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കേരളത്തിൽ ഭാഗ്യം പരീക്ഷിക്കുവാൻ അരഡസനോളം MPമാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലാണ് അടൂർ പ്രകാശ്. ലോക്സഭാ MP സ്ഥാനം അദ്ദേഹത്തിന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നും പാർട്ടിയുടെ തീരുമാനം മാനിച്ചാണ് അന്ന് മത്സരിച്ചതെന്നുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. നിലവിൽ UDF കൺവീനർ ആയതോടെ കൂടുതൽ സമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ അത്ര ശക്തമല്ല. ആകെയുള്ളത് KC വേണുഗോപാൽ അനുകൂലികളും VD സതീശനെ പിന്തുണയ്ക്കുന്ന വിഭാഗവുമായിരുന്നു. ഇവയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മുതലെടുത്ത് ഒരു വിഭാഗത്തെ ഒപ്പം കൂട്ടാനുള്ള നീക്കമാണ് UDF കൺവീനർ ആയ ശേഷം അടൂർ പ്രകാശ് നടത്തുന്നത്. കരുണാകരനോടൊപ്പം നിന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഉൾക്കളികളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള പ്രകാശ് ആ പരിചയമൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. എല്ലാത്തിനുമുപരി അത്തരം ചില സംവിധാനങ്ങളെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകുവാനുള്ള ആളും അർത്ഥവും അദ്ദേഹത്തിന് സ്വന്തമായി ഉള്ളതിന് പുറമെ പുറത്തുനിന്ന് ലഭിക്കുന്നുമുണ്ട്. അത് പരമാവധി ഉപയോഗിക്കുവാൻ തന്നെയാണ് അടൂർ പ്രകാശ് ശ്രമിക്കുന്നത്. മാത്രമല്ല UDF കൺവീനർ എന്ന പദവി ഈ നീക്കത്തിന് കൂടുതൽ ഗുണകരമാകുമെന്ന വിലയിരുത്തലും അദ്ദേഹത്തിനും ഒപ്പമുള്ളവർക്കുമുണ്ട്. ഘടകകക്ഷികളുമായി കൂടുതൽ ബന്ധപ്പെടുന്ന നേതാവ് എന്ന നിലയിൽ ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടെ തന്റെ നില അരക്കിട്ടുറപ്പിക്കാമെന്നതാണ് കണക്കുകൂട്ടൽ. ചില കാര്യങ്ങളിൽ സതീശിനോടും രമേശിനോടും ലീഗിനുള്ള അതൃപ്തികൾ പരിഹരിച്ചു കൊണ്ടുപോകുവാനുള്ള മെയ്വഴക്കവും പ്രകാശിനുണ്ട്. കൺവീനർ ആയ ശേഷം ആ നിലയിലും ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. നിലവിലെ സാമുദായിക സമവാക്യങ്ങളും അതിന് അടൂർ പ്രകാശിന് അനുകൂലമാണ്. കരുണാകരന്റെ കാലശേഷം കോൺഗ്രസിൽ ഈഴവ സമൂഹം തീരെ അവഗണിക്കപ്പെട്ടുവെന്ന പരാതിയും അവർക്കുണ്ട്. കുറെ കാലമായി MLAമാരുടെ എണ്ണത്തിലും ഈ വിഭാഗത്തിന് വേണ്ട പ്രാതിനിധ്യം നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. സതീശനുമായി വെള്ളാപ്പള്ളിയും SNDPയും തീർത്തും അകന്നിരിക്കുകയാണ്. എന്നാൽ അടൂർ പ്രകാശുമായി വെള്ളാപ്പള്ളിക്ക് നല്ല ബന്ധവുമാണ്. ഇതോടുകൂടി ഗുണകരമാക്കി കൊണ്ടുവരുന്ന തിരഞ്ഞെടുപ്പിൽ തന്റെ അവകാശവാദം ശക്തിപ്പെടുത്തുവാനുള്ള നീക്കമാണ് അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്.